ഹായ് ചങ്ങാമറെ. ഇന്ന് മഴ കുറച്ചൊന്ന് കുറഞ്ഞ സമയത്ത് ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് പോക്കാണ്. അപ്പോൾ നമുക്ക് നേരെ തെങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ട് ചെത്തുന്ന കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ പോകുന്ന സമയത്ത് തൊട്ടടുത്ത് നമ്മളൊരു സുഹൃത്ത് അവിടെ ഉച്ചയ്ക്ക് എത്തുന്നുണ്ട്. നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീത്താണ്. അപ്പോൾ അവനും അവിടെ ചെത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ തെങ്ങിൻ്റെ മുകളിലേക്കാണ് എനിക്ക് കയറേണ്ടത്. അതിന് ചേരി കെട്ടിയിട്ടുണ്ട്. പഴയ ഒരു ചേരി കെട്ടിയതാണ്. മുന്നേ ഞാൻ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അടിച്ചാണ്, കുറച്ച് കാലമായിട്ടുള്ളൂ ഈ തെങ്ങ് അടിച്ചിട്ട്. അപ്പോൾ നേരെ മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ തെങ്ങിൻ്റെ കൊലയിന്ന് ചെറുതായിട്ട് കള്ളിങ്ങനെ മറിയുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? അത് കയറുമ്പോൾ കുലുങ്ങിയിട്ട് മറിയുന്നതാണ്. ഈ കൊല ഞാൻ ചെത്താൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളേ ആയുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ മുകളിലത്തെ ഭാഗമായതുകൊണ്ടാണ് ആ കള്ളിങ്ങനെ കുലുങ്ങിയിട്ട് മറിയുന്നത്. കുറച്ച് ചെത്തി താഴോട്ട് എത്തുമ്പോഴേക്കും പിന്നെ കള്ള് മറിയലൊക്കെ കുറയും. ആ കുപ്പി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ഓല വെച്ച് കൊടുത്തിട്ടാണ് കള്ള് മറിയുന്ന കള്ളെടുക്കൽ. അത് രാത്രി ഞാൻ അങ്ങനെ വെക്കലാണ്. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ വേറൊരു കൊലയുണ്ട്. അതിൻ്റെ മുകളിൽ ഈച്ചയും ചെറിയ കടന്നലിൻ്റെ കുഞ്ഞൊക്കെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ഡേഞ്ചർ സാധനങ്ങളാണ്. ഇവരെ ചിലപ്പോൾ കാണില്ല. ഇവർ ഈ ഓലേൻ്റെ ഉള്ളിലെല്ലാം കയറി ഇരുന്നേ കളി. ചില സമയത്ത് നമുക്ക് ഗതികെട്ട സമയം നമുക്ക് കുത്തൊക്കെ കിട്ടും. എന്നാലും ഉപദ്രവിക്കൽ കുറവാണ് ഇവർ. നമുക്കേതായാലും മാട്ടൊന്ന് പൊന്തിച്ച് നോക്കാം, കള്ളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ കാണാം. ഉച്ചക്ക് ആകുമ്പോഴേക്കും കള്ള് ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫോൺ എവിടെയും വെക്കാനൊരു സൗകര്യമില്ല തെങ്ങിൻ്റെ മുകളിൽ. അതുകൊണ്ടാണ് ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഈ ഒരു വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായി പോകുന്നത്. അതായത് ഇത്ര പോലെ കള്ളായിട്ടുണ്ട്. ഇങ്ങനെയാണ് കൊലയുണ്ടാവുക. ആ ഓലേൻ്റെ മുകളിലോട്ടാണ് കള്ള് ചെത്തിയിട്ട് നമ്മൾ പാനിയിലേക്ക് പോകുന്നത്. നമ്മളതിന് തുളിയോല എന്ന് പറയും. അപ്പോൾ ആ ഓലയൊക്കെ മാറ്റണം. ഫോൺ വെക്കാനൊരു സൗകര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ചെത്തുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ചെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ചെത്തിക്കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ താളിയൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കള്ള് മാട്ടിപ്പുറം വെച്ചിനായിരുന്നല്ലോ, അതെടുത്തിട്ട് ആ മറിയുന്ന കള്ള് പുറത്തേക്ക് മറിയുന്നതുകൊണ്ട് കുറച്ച് കള്ള് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് നല്ലോണം മറിയും. ഏതായാലും ഉച്ചയ്ക്ക് ചെത്തിയത് കൊണ്ട് കുറച്ചും കൂടെ കള്ള് വരുമല്ലോ, അപ്പോൾ നല്ലോണം മറിയാൻ സാധ്യതയുണ്ട്. പുറത്തേക്ക് മറിഞ്ഞു പോകുന്നതുകൊണ്ട് അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കള്ള് മാറ്റി വെക്കുമെന്ന്. ഇങ്ങനെ കള്ളെടുത്ത് തൊട്ടിപ്പുറം ചെറിയ ചെറിയ കൊലകളുണ്ടാവുമല്ലോ, അതിൻ്റെ മേലെ കൊളുത്തി വെക്കുക ചെയ്യാം. അപ്പോൾ നമുക്ക് മാട്ടിടാം. കാണിച്ചു തരാം നിങ്ങൾക്ക്. കള്ളി ഇവിടെ വെച്ചിട്ടുണ്ട്, മാട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ തെങ്ങിൻ്റെ മുകളിലുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ്. പശുവിനെ കെട്ടിയിട്ടുണ്ട്, അതിങ്ങനെ അവിടുന്ന് വീഴുന്നുണ്ട്. മുന്നേ കുറേ വാഴകൾ നട്ടിരുന്നൊരു സ്ഥലമാണ്. ഇനി ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു കുന്നിറങ്ങിയിട്ട് കയറളം മുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുന്നിറങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക്. അപ്പോൾ കുറച്ച് കാലമായാലും വീടിൻ്റെ അടുത്തേക്ക് താരങ്ങളെല്ലാം കെട്ടിയിട്ട്. പണ്ടൊരു കട്ട് റോഡായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ടേക്ക് പോകണം എൻ്റെ വീട്ടിലേക്ക്. ആ കാണുന്നതാണ് എൻ്റെ വീട്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ബക്കറ്റൊക്കെ വെച്ചിട്ടുള്ളത് പശുവിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചീൻ്റെ വീട്ടിലെ. ചെറിയോൻ ചില സമയത്ത് സൈക്കിളും കൊണ്ടിരുന്ന് കളിക്കലാതുകൊണ്ടാണ് ഞാൻ കുറച്ച് മെല്ലെ പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്വർഗം. വീടിൻ്റെ പണിയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തീർത്ത് വരുന്നേ ഉള്ളൂ. നിലത്തിൻ്റെ ഒന്നും പണിയൊന്നും എടുത്തിട്ടില്ല. മൊത്തം കച്ചറിയാണ്. കുറച്ച് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടാവുകൊണ്ട് അത് കാണാൻ കുറച്ച് വൃത്തിയുണ്ടാവും. ബാക്കിയൊക്കെ അങ്ങനെ അവതാളത്തിലാണ് ഉള്ളത്. ഓരോന്നോരോന്നാക്കിക്കൊണ്ട് നിൽക്കുമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.